10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞ് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ശരിക്കും നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന ഹസ്ല മുല്ലക്കുളാണ് അല്ലേ. അപ്പോൾ ഹസ്നയാണ് ആദ്യം എൻ്റെ അടുത്ത് ഓടി വന്നത്. ഓടി വന്നിട്ട് ഒറ്റ നിർത്താൻ നിന്നിട്ട് സാറേ സാറേ എന്ന് വിളിച്ചിട്ട് അവൾക്ക് എന്താന്ന് പറയാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ന തന്നെ പറയട്ടെ എന്താണ് അന്ന് അവിടെ നടന്നതെന്നുള്ളത്. ഞാൻ കുറേ അധികം എനിക്ക് ഹസ്നോട് ചോദിക്കാണ്ട്, എന്നാലും ആദ്യം എന്തായിരുന്നു അന്ന്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലോ. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എല്ലാവരും എനിക്ക് ഫുൾ A+ ഇട്ടെന്ന് ഉറപ്പിച്ചതാണ്. എന്നിട്ട് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 8 A+, 2 A+ പോയി. അപ്പോൾ പെരക്കാരൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതിൽ പറഞ്ഞത്. പക്ഷെ എന്നാലും ഓർക്കരുത് ഉണ്ടായിനി. പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചുള്ളൂ, അത്ര പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു. പിന്നെ +1 10ാം ക്ലാസ് നാട്ടിൽ ഇവിടെ മഞ്ചേരിയാണ് പഠിച്ചത്. അവിടെ ആദ്യം ഹോസ്റ്റലിലാണ് പഠിച്ചത്. എന്നിട്ട് അവിടെ മഞ്ചേരി നമ്മള് സ്റ്റേറ്റില് സ്കൂളിൽ ഡെയിലി പോയി വരും. അപ്പോൾ +1 എക്സാം എഴുതിയ സമയത്ത് മാത്സിൽ എനിക്ക് 10th മാത്സിലാണ് പോയത്. അപ്പോൾ മാത്സിലെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കയ്യിൽ നിന്ന് പോയി, എന്തായാലും കിട്ടൂല ഉറപ്പിച്ച്. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞത് എന്തായാലും കിട്ടില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഉമ്മയിപ്പോൾ പറഞ്ഞ് സാരില്ല പോട്ടെ, പാസ്സാവൂല അത്ര മതി. സാധാരണ ഉമ്മയിപ്പോൾ 1/2 മാർക്ക് പറഞ്ഞു, 1/2 മാർക്ക് ഇവിടെ പോയി ചോദിക്കുന്ന പോലെ പാസ്സായി മതി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറായി. ചൂടായി എത്ര സങ്കടം ഉണ്ടാവില്ലല്ലോ, ഒരുമാതിരി ഒരു ഫീലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു 10th ആകെ നമ്മൾ ഈ +1 എഴുതിയുള്ളൂ. അപ്പോൾ 10th ഒരു അച്ചീവ്മെൻ്റ് ആണല്ലോ, അത് കിട്ടിയില്ല. അപ്പോൾ +1 അതും പോയി, അങ്ങനത്തെ ഒരു ഫീലായി. അപ്പോൾ എന്നിട്ട് ഞാൻ +1 റിസൾട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ മാത്സിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വെക്കും, ഭയങ്കര സന്തോഷമായി. എനിക്ക് 77, 80 ഭയങ്കര സന്തോഷമായി. അപ്പോൾ ബാക്കി മാർക്ക് കൂടി ഒന്ന് പറഞ്ഞു തരണ്ട ഞങ്ങൾക്ക്. 96% മാർക്ക്. വെരി ഗുഡ്. ഞാൻ സത്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, 90% എബോവ് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. 96 കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷമായിരുന്നു എൻ്റെ അടുത്ത് കൂടി വന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വീട്ടിൽ കളിച്ചോ പെരക്കാരും എന്താ ഇത് അങ്ങനത്തെ ഒരു ഇത്. സത്യം പറഞ്ഞാൽ +1 എക്സാം അത്ര സംഭവമാണെന്നില്ല, എന്നാലും നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ട്രസ്റ്റ് വരുമല്ലോ, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം വരുമ്പോൾ അത് നമുക്ക് ഈ നീറ്റ്സിനോടുള്ള കോൺഫിഡൻസ് ഒന്നും കൂടി കൂട്ടും. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അവളെ പറഞ്ഞൊരു പോയിന്റ് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവമായിട്ടല്ല അല്ലേ, +1 +2 വലിയ സംഭവമായിട്ടല്ല. മറിച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ചില കുട്ടികൾക്കുള്ള ആശങ്ക കൂടിയാണിത്. ഡോപ്പയിലൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുട്ടികൾ ചോദിക്കും, എന്താ സാറേ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പം പബ്ലിക് എക്സാമിൽ മാർക്ക് കുറയോ എന്നുള്ളൊരു കാര്യം. അതിനോടുള്ളൊരു മറുപടി നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തിയറി പാർട്ട് ഭയങ്കര സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് ആക്ച്വലി അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണ് അവൾ എങ്ങനെ 10ാം ക്ലാസ്സിൽ നിന്ന് മാറി +1 +2 വന്നപ്പോൾ ഒരു പ്രിപ്പറേഷൻ ലെവലിൽ എന്ത് മാറ്റാ കൊണ്ടുവന്നിട്ടുള്ളത്? അവിടുന്ന് ഞങ്ങൾക്ക് ഞാൻ ഹിഫ്മിനാ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒന്നുമില്ല, ലാസ്റ്റൊക്കെ എല്ലാം കൂടെ ഇതാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ സ്കൂളിലുള്ള ടച്ചേ പോയിനി. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഫുൾ കിളി പോയി, ഇതെന്താ ഭയങ്കര തീനു. പിന്നെ പതിയെ ഇങ്ങനെ വന്നപ്പോൾ സെറ്റായി. പിന്നെ ഇവിടുത്തെ പ്ലാനും റിവിഷൻസും എല്ലാം അടിപൊളിയാണ്. പിന്നെ ടീച്ചേഴ്സ് ആയാലും മെന്റേഴ്സ് ആയാലും എല്ലാവരും കട്ടക്ക് കൊടുക്കും. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റൊക്കെ ഞങ്ങൾക്ക് റിവിഷൻ പ്ലാൻ ഞങ്ങൾ വെച്ച് കയ്യിൽ നിന്ന് പോവും, കാരണം നീറ്റ് മാത്രം നോക്കി വന്ന് ലാസ്റ്റ് 2 മാസം മാത്രം അങ്ങ് ബോർഡ് എക്സാമിന് നോക്കി. സത്യം പറഞ്ഞാൽ വിചാരിച്ചു നീ പോയി എന്തെങ്കിലും ഇതും കൂടി കിട്ടില്ല, പേർക്കാരോട് എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയായി. പക്ഷേ ലാസ്റ്റിൽ ഇതിൽ അടിപൊളി പ്ലാൻ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ വിശ്വസിച്ച് ഇവരെ പ്ലാൻ അടിപൊളിയാണ്, സിസ്റ്റം അടിപൊളിയാണ്, നമ്മൾ ട്രസ്റ്റ് ആക്കിക്കൊണ്ട് കിട്ടി. ശരിക്കും അതുകൊണ്ടാണ് കിട്ടി, അല്ലാതെ നമ്മൾ ഇതുകൊണ്ട് മാത്രം വരാൻ പറ്റില്ല. ഇവരിങ്ങനെ ബാക്കിൽ നമുക്ക് തോന്നും നമ്മളെ കൂടെ ആളുണ്ട്, നമ്മളെ വിജയിച്ച നമ്മളെ കൂടെ സന്തോഷിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു പേഴ്സണൽ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് തോന്നും നമ്മളെ കൂടെ ആൾക്കാരുണ്ട്, നമ്മളെ പിന്നാലെ നടക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നലുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് അതുകൊണ്ട് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നീറ്റും ഇതിലും കൂടെ വിശ്വസിച്ചാൽ കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റ് കിട്ടി. തീർച്ചയായിട്ടും ഒരു നീറ്റിന്ന് വലിയൊരു കടമ്പ. അതിന് മുന്നിലുള്ള ചെറിയ 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ +1 എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചാടി കടന്നപ്പോൾ ഒരു കോൺഫിഡൻസ് കൂടി അല്ലേ? സത്യം പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല്
എത്ര സിസ്റ്റം അടിപൊളിയാണെങ്കിൽ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ എന്തായാലും കിട്ടില്ല. ആ വിശ്വാസം ശരിക്കും കിട്ടി. ഇനിയിപ്പോ നമ്മൾ എത്ര ഡൗൺ ആയാലും ഇവര് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ സന്തോഷം. ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു നന്നെ മാറ്റി അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്ട് ഏതാ? ചാപ്റ്റർ ഷോട്ട് ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഷൂട്ട് വരുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസിലും അതിൻ്റെ ഇൻഡെക്സ് ക്വസ്റ്റ്യനും സോൾവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടും. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത്യാവശ്യം നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ തോന്നും, ഗൈഡൊക്കെ ഓർക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ NCERT ഉണ്ടല്ലോ, നല്ലൊരു ഫീൽ കിട്ടും. നമ്മൾ എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരിത്. ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എനിക്കിപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞു വന്നു. ഇപ്പം +1 +2 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സയൻസ് അത്ര ഈസി ഒന്നുമല്ല. അവൾ കുറച്ച് ഈസിയാന്നൊക്കെ പറഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. സാധാരണ നല്ല അത്യാവശ്യം ടഫുള്ള സാധനമാണ്. അപ്പം ഇങ്ങനൊരു സാധനം ഓടി ചാടി കടന്നപ്പം നിനക്ക് ഇത് അടിപൊളിയാണ് അല്ലെങ്കിൽ ഡോപ്പേ വന്നുകൊണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു പോയിന്റ് പറയാം, ഒരു പോയിന്റ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിസിപ്ലിൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ഉഴപ്പി നടന്നിട്ടും കാര്യമില്ല, വേറെ വഴിയില്ല, ഇത് അക്സെപ്റ്റ് ചെയ്യുക വേണം. അതുകൊണ്ട് നമ്മൾ ഇതിന് പിന്നാലെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ആ റുട്ടീനിൽ അങ്ങോട്ട് അക്സെപ്റ്റ് ആവും. അപ്പം നമുക്ക് തോന്നുവാ ഇനിയിപ്പോൾ വേറെ വഴിയില്ല, എന്തായാലും പഠിക്കണം, എന്തായാലും ഇവിടെ നമ്മൾ പഠിക്കും. അസലേനെ വിടുന്നതിന് മുന്നേ കേൾക്കാനുള്ളത് ഇപ്പം അടിപൊളിയായി സിസ്റ്റം, നമുക്ക് സിസ്റ്റം എന്ന് പറയാം, സിസ്റ്റത്തിൽ വരുമ്പം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള. അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്താ അറിയോ, ഇങ്ങനെ ഭയങ്കര റഫ് ആൻഡ് ടഫാണോ ഇവിടെ? എങ്ങനെ എല്ലാവരും ചൂടന്മാര് അല്ലെങ്കിൽ ഭയങ്കര പഠനം മാത്രം നടക്കുക അങ്ങനെയാണോ ഒരു ക്യാമ്പസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത്? അങ്ങനെ വെച്ചാൽ അങ്ങനെ എന്തായാലും ഇല്ല. കാരണം എല്ലാ ഫാക്കൽറ്റീസും മെന്റേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും നല്ല കമ്പനിയാണ്. എന്നുവെച്ചാൽ അക്കാഡമിക്സ് വരുമ്പോൾ പക്ക അക്കാഡമിക്സ്, പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. അടിയാണെങ്കിൽ അടി, ചീത്തയാണെങ്കിൽ ചീത്ത, അങ്ങനെ. പിന്നെ നമുക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ കട്ടക്ക് ആൾക്കാരേ ഇല്ല, പക്ക മാറി ഫുൾ ചില്ല്, നല്ല ഓരോ ഇതിനനുസരിച്ച് സാർ എപ്പോഴും പറഞ്ഞത് സ്വിച്ചിട്ട മതി, സ്വിച്ചിട്ട പ്രോഗ്രാം, പിന്നെ മാറ്റ, അങ്ങനെ എല്ലാം അടിപൊളിയാണ്, എല്ലാവരും സെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അസ്ന ഇനിയും തുടർന്നുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിലും ഇതേ വിജയം അല്ലേ? അടിപൊളി 96% എന്നാണ് പറഞ്ഞത്. നീറ്റിന് 96% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിംസ് മെഡിക്കൽ കോളേജിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേ വിജയം അസ്നയ്ക്ക് ഇനിയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി അഭിലഷിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.